ഹായ്, ഇതെന്താണെന്നറിയാമോ? ഏ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഇത് കണ്ടോ? ഒരു ചീനിക്കിഴങ്ങാണ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ന്യൂ സബ്സ്ക്രൈബേഴ്സിന് സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻ്റ് എഴുതി അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായി മാറുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫേസ് പായ്ക്കാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന ഫേസ് പായ്ക്ക്. സ്കിൻ നല്ല ഗ്ലോ ആകും, നല്ല നിറം വയ്ക്കാനും ഒക്കെ നമ്മുടെ അടുക്കളയിലുള്ള, നമ്മുടെ കൈപ്പിടിയിലുള്ള 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഫേസ് പായ്ക്കാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ധൈര്യമായി അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് സ്കിന്നിന് കളറില്ലാഞ്ഞിട്ട് വിഷമിക്കുന്നവർ, ഞാൻ 1-2 വീഡിയോസ് ഹെയർ ഗ്രോത്തിൻ്റെയും സ്കിൻ കെയറിൻ്റെതും ഒക്കെ ചെയ്തിരുന്നേ. അപ്പോൾ അതിൽ വന്ന കമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് മനപ്രയാസം അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. ഹെയർ ലോസ്, തിക്കില്ലാത്ത ഉള്ളില്ലാത്ത ഹെയർ, നീളമില്ലാത്ത ഹെയർ, അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന ഹെയർ ഫോള്, നേരത്തെ മുടി ഉണ്ടായിട്ടേ പിന്നെ മുടി പോകുന്നത്. ആദ്യം തൊട്ടില്ലെങ്കിൽ നമുക്ക് അത്രയും സങ്കടം വരികയില്ല അല്ലേ? ആദ്യം നല്ല മുടി ഉണ്ടായിരുന്നിട്ട് പിന്നെ അത് പോകുന്നത്, അത് ഉള്ളിൽ നിന്ന് വരുന്ന ഗ്രോത്ത് ആണല്ലോ മുടി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെടുന്ന, ഫിസിക്കൽ ഹെൽത്ത് നഷ്ടപ്പെടുന്നതിൻ്റെയും ഒരു ലക്ഷണമാണ് ഈ മുടി കൊഴിച്ചിലും ഒക്കെ. പിന്നെ മുടിയുടെ അറ്റം പിളരുക, താരനുണ്ടാവുക എന്ന് പറയുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അപ്പം താരൻ മാറാൻ എന്താ ചെയ്യണ്ടേ, അല്ലെങ്കിൽ എൻ്റെ മുടിക്ക് നീളമില്ല, അല്ലെങ്കിൽ എൻ്റെ മുടിക്ക് ഉള്ളില്ല എന്നൊക്കെ അതിനകത്ത് കമൻസ് വന്നിട്ടുണ്ട്. എനിക്ക് ഇത്ര ഏജായി, ഇനി മുടി വളരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാൻ സ്കിൻ കെയറിൻ്റെ 1-2 വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തും ഒത്തിരി പേർക്ക് സങ്കടം. ഓയിലി സ്കിന്നാണ്, അല്ലെങ്കിൽ മുഖക്കുരുവുണ്ട്, മെലസ്മയുണ്ട്, ഇതൊക്കെ എങ്ങനെ മാറും എന്നൊക്കെയുള്ള ഉത്കണ്ഠയും ഒക്കെ ആയിട്ട് കഴിയുന്നവർ ധാരാളം പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ ബ്യൂട്ടി കോൺഷ്യസ് ഉള്ളവരാണല്ലോ അല്ലേ? മിക്കവാറും പേരും മുഖവും മുടിയൊക്കെ നന്നായിരിക്കുക, നമ്മുടെ ഫിസിക്കൽ ബാഹ്യമായ അപ്പിയറൻസ് നന്നായിരിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും ഒരു ആഗ്രഹമാണ്. ആർക്കും അങ്ങനെ മോശമായിരിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കുകയില്ല. പിന്നെ ഈ മോശവും നല്ലതുമൊക്കെ സ്കിന്നിൻ്റെ കളറൊന്നും വെച്ചിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത് കേട്ടോ. മനസ്സിൻ്റെ നന്മയാണ് ഏറ്റവും പ്രധാനം, അതാരും മറക്കാതിരിക്കുക. എങ്കിലും നമുക്ക് ദൈവം തന്ന സ്കിന്ന് വെളുത്തതോ കറുത്തതോ ആവട്ടെ, ആ ഉള്ളതിനെ ഒന്ന് സംരക്ഷിച്ച് ഗ്ലോ ആക്കി വെക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇരുനിറക്കാരായാലും കറുത്ത നിറമുള്ളവരായാലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്താന്ന് വെച്ചാൽ അവർക്ക് ദൈവം തന്ന കളർ അതാണ്, അവരതിൽ സംതൃപ്തരാവുക. നമുക്ക് പൊക്കമോ നീളമോ കളറോ ഒക്കെ ദൈവം തന്നത് മാറ്റിമറിക്കാൻ പറ്റിയല്ലോ, അത് നമ്മളങ്ങ് ഉൾക്കൊള്ളുക. പിന്നെ ഉള്ളത്, കറുപ്പിന് മഴവുണ്ട്, ആ ഉള്ളതിനെ ഗ്ലോ ആക്കി വെക്കാൻ വേണ്ടി ഇത്തരം പായ്ക്കൊക്കെ ഉപയോഗിക്കാം. നമുക്ക് പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ പോകേണ്ടി വരുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന, വലിയ ചിലവില്ലാത്ത, ആർക്കും ചെയ്യാം, വലിയ ചിലവൊന്നുമില്ല. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരുപാട് പൈസ കളയാനില്ലാത്തവർക്ക്, അയ്യോ അവർക്ക് പൈസയുണ്ട്, അവർ ബ്യൂട്ടി പാർലറിൽ പോയി മുഖമൊക്കെ തിളക്കിയാണ് കല്യാണത്തിന് അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ വന്നിരിക്കുന്നത്, എനിക്കതിന് സാധിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെടേണ്ട. നമ്മുടെ കയ്യിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച്, അടുക്കളയിലെ 2-3 കൂട്ടം സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ ഉള്ളതുപോലെയൊന്നും ഗ്ലോ ആക്കി പോകാം അല്ലേ? അപ്പം ഞാൻ അതിനു വേണ്ടി ഇന്ന് 2-3 ഇൻഗ്രീഡിയൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. ഒന്ന് കടലമാവാണ്. കടലമാവ് സ്കിൻ ടൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ സഹായിക്കുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ കുറച്ച് കടലമാവ് എടുക്കുക. നമ്മുടെ മുഖത്തും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം. നമ്മൾ ഏതൊരു ഫേസ് പായ്ക്കാണോ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ മുഖത്തിൻ്റെ കളർ വേറൊന്ന്, കഴുത്തിൻ്റെ കളർ വേറൊന്നായിട്ടിരിക്കും.
ഇനി അതിനകത്ത് രണ്ടാമതായി എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി ചേർന്ന ഫേസ് പായ്ക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഏത് കാപ്പിപ്പൊടി ആയാലും കുഴപ്പമില്ല, ബ്രൂ കോഫി വേണമെന്നൊന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ സാധാരണ കാണുമല്ലോ കാപ്പിപ്പൊടിയൊക്കെ. കടലമാവും കാണും അല്ലേ? ഇല്ലെങ്കിൽ അതിന് വലിയ വിലയൊന്നുമില്ല. അല്പം കടലമാവ് മേടിച്ച് സ്റ്റോക്ക് ചെയ്താൽ മതി. നമുക്ക് കടലമാവ് കൊണ്ടുള്ള പല തരം പായ്ക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മൂന്നാമതായി ഞാൻ എടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഇത് അല്പം വില കൂടിയ സംഭവമാണ്. ഇതിന് പൈസ ഇല്ലല്ലോ, കസ്തൂരി മഞ്ഞൾ പൗഡറൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ പൈസ ഇല്ലല്ലോ എന്നൊന്നും ആരും സങ്കടപ്പെടേണ്ട. അതിനു പകരം നിങ്ങൾക്ക് ഒറിജിനൽ മഞ്ഞൾപ്പൊടി അല്പം ഇട്ടാലും മതിയാവും. കസ്തൂരി മഞ്ഞൾ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ആ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കടയിൽ നിന്ന് വാങ്ങുന്ന വരവ് മഞ്ഞൾപ്പൊടിയാകാതെ നമ്മൾ തന്നെ വാങ്ങി ഉണക്കി പൊടിപ്പിച്ചെടുത്ത ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ അത് കൂടുതൽ ഗുണം ചെയ്യും. എനിക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ നട്ടിട്ട് പറിച്ച് ഉണക്കി വെച്ചിരുന്നതാണ്. അത് പൊടിപ്പിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ഇതങ്ങോട്ട് എടുക്കുക. അതിൻ്റെ വിലയൊന്നും നോക്കണ്ടല്ലോ. ഇത്തിരി എടുത്താൽ മതി, ഒരു സ്വല്പം. എന്താ നല്ല മണം ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ. നമ്മൾ എത്ര പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിയാലും അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയാലും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പൗഡർ നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. ചിലരെ ഈ വെള്ളപ്പൂവ ഒക്കെ ഉണക്കി പൊടിച്ചിട്ട് കസ്തൂരി മഞ്ഞൾ പൊടിയാണെന്നും പറഞ്ഞ് വിറ്റ് കാശാക്കും. ധനമോഹമുള്ളവർ. എല്ലാ രംഗത്തും ഇപ്പോൾ ഈ ധനമോഹമല്ലേ ഉള്ളൂ. ഇത് വലിയ ടിന്ന് കണ്ടിട്ട് നിങ്ങൾ പേടിച്ചൊന്നും പോകണ്ട. ഇത് നിറയെ കസ്തൂരി മഞ്ഞൾ പൊടിയൊന്നും അല്ല കേട്ടോ. ഇതിലൊരു കാൽഭാഗമേ ഉള്ളൂ സ്റ്റോക്ക് ചെയ്തത്. കുറച്ച് കസ്തൂരി മഞ്ഞളേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അത് ഞാൻ ഉണക്കി പൊടിപ്പിച്ച് എടുത്തതാണ്. അപ്പോൾ എന്തൊക്കെ എടുത്തു? 1 സ്പൂൺ കടലമാവ് എടുത്തു, 1/2 സ്പൂൺ കോഫി പൗഡർ എടുത്തു, അതിലേക്ക് ഒരു സ്വല്പം കസ്തൂരി മഞ്ഞൾ പൗഡർ എടുത്തു. അത് വില കൂടിയ സാധനമായതുകൊണ്ടും ശുദ്ധമായ കസ്തൂരി മഞ്ഞൾ പൗഡർ നമുക്ക് എപ്പോഴും ലഭിക്കുകയില്ലാത്തത് കൊണ്ടും ഞാൻ സ്വല്പമേ എടുത്തുള്ളൂ. സ്പൂൺ കണക്കിനൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തീർന്നു പോകും. ഇനി എനിക്ക് എപ്പോഴും ഇടയ്ക്കൊക്കെ എൻ്റെ ഫേസിൽ പല പായ്ക്കുകളിലും ഈ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർക്കാവുന്നതാണ്. സ്കിൻ ക്ലിയർ ആകാനും ഗ്ലോ ആകാനും നിറം വയ്ക്കാനും മെലസ്മ മാറാനും ഒക്കെ കസ്തൂരി മഞ്ഞൾ പൗഡർ വളരെ നല്ലതാണല്ലോ. അപ്പോൾ അത് തീർക്കാതെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി അതിലേക്ക് ഒഴിക്കുന്നത് ഇത്തിരി പാലാണ് കേട്ടോ. പാല് നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യമായ ഒന്ന് കുഴമ്പ് പരുവത്തിലായി കിട്ടാൻ വേണ്ടി ആവശ്യമായ പാൽ ഒഴിക്കാം. കൃത്യം സ്പൂൺ കണക്ക് പറയുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂണാണ് എടുത്തത്. ഞാൻ എടുത്ത കടലമാവും കോഫി പൗഡറും കസ്തൂരി മഞ്ഞൾ പൗഡറും കൂടെ നല്ലപോലെ ഇങ്ങനെ കുഴഞ്ഞ്, കട്ടയൊന്നും പാടില്ല, നേരത്തെ കട്ടയൊക്കെ വിട്ട് കിട്ടണം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ അങ്ങ് പൊടിച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നല്ല കാപ്പി പൗഡറിൻ്റെ മണം, ചോക്ലേറ്റ് പോലെ ഉണ്ട്. കാപ്പി പൗഡറിൻ്റെ മണം, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ മണം ഒക്കെ കൂടിയിട്ട് നല്ല ഒരു സ്മെല്ലുണ്ട്. അപ്പം നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് നിങ്ങൾക്കും അനുഭവിക്കാമായിരുന്നു. ഇവിടെ കാറ്റിനു സുഗന്ധം, ഇതിലേ പോയതു വസന്തം. ഇതിലെ വസന്തം പോയപ്പോൾ വസന്തകാലത്ത് വീശുന്ന കാറ്റ് പോലെ സുഗന്ധം. കസ്തൂരി മഞ്ഞളിൻ്റെയും കോഫി പൗഡറിൻ്റെയൊക്കെ സുഗന്ധം. ഇനി ഇതിലേക്ക് തേൻ, ഹണി. ഇതും ശുദ്ധമായ ഹണിയാണ്. ഞാൻ തേൻ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയ ശുദ്ധമായ ഹണിയാണ്. ചെറുതേൻ എടുക്കാമായിരുന്നു. ഇത് വൻതേനാണ്. സാരമില്ല, ഇനിയിപ്പോൾ എടുത്തത് ഇത് ഈ നെത്തിരി അങ്ങോട്ട് ഒഴിക്കാം. ചെറുതേൻ ഒരു സ്വല്പം ഇരിപ്പുണ്ട്. രണ്ടും ഞാൻ ആ തേൻ ഫാക്ടറി സന്ദർശിക്കാൻ പോയായിരുന്നു. ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. വൻതേനും ചെറുതേനും തേൻ്റെ മറ്റൊരു പ്രോഡക്റ്റും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ. അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ശുദ്ധമായ തേനിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചെറുതേൻ സ്വല്പം ഇരിപ്പുണ്ട്, പക്ഷേ അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ മറന്നുപോയി. ഇനി സമയം കളയണ്ട, എണീറ്റ് പോകാൻ മടിയാണ്. ഞാൻ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നത്. ഇതിൽ നിന്ന് അല്പം മിക്സ് ചെയ്യാം. ഹണി നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലത്തിനും ഒരു പരിഹാരമാണ്. സ്കിൻ ഗ്ലോ ആകാനും ഹെൽത്തി ആകാനും സ്കിന്നിലെ പാട് മാറാനും മുഖക്കുരു വരുന്നത് തടയാനും എല്ലാത്തിനും
ഹണി ഉപയോഗിക്കുന്നത് സ്കിന്നിൻ്റെ A to Z പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ്. സ്കിന്നിൻ്റെ A to Z പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായിട്ടുള്ള ഹണി വാക്സ് എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട് കേട്ടോ അവരുണ്ടാക്കുന്നത്. അത് തേച്ചിട്ട് തലയിലെ താരൻ പോലും മാറി എന്നാണ് അനുഭവസ്ഥർ പറഞ്ഞതെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. കോഫി പൗഡറും കടലമാവും പാലും ഹണിയും കസ്തൂരി മഞ്ഞളും 5 ഇൻഗ്രീഡിയൻസ് ഉള്ള. ഇതിൽ ഇത്തിരി വില കൂടിയത് ഏതാണ്? ഇനി ഇതിനെ ഫേസൊക്കെ കഴുകി തുടച്ചിട്ട് വന്നിരിക്കുക കേട്ടോ. വിയർപ്പൊന്നും പാടില്ല, അതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് വന്നിരിക്കണം. ദേ കണ്ടോ, എന്നിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം. എൻ്റെ സ്കിൻ അല്പം ഓയിലി സ്കിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ സ്കിൻ കെയറിൻ്റെ വീഡിയോ ചെയ്തിരുന്നപ്പം കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു, ഓരോരുത്തരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടേത് ഡ്രൈ സ്കിന്നാണ്, അതിനേത് പായ്ക്കാണ് നല്ലത് എന്ന്. അതുപോലെ ഓയിലി സ്കിന്നാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റേതും ഓയിലി സ്കിന്നാണ്. നേരം വെളുത്ത് എണീക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കിയാൽ എണ്ണ മയം നമ്മുടെ കയ്യിൽ പറ്റും. നമ്മുടെ അല്ല, എൻ്റെ മുഖവും എൻ്റെ മുഖത്തെ സ്കിന്ന് ഞാൻ തൊട്ട് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ എണ്ണമയം വരും. അങ്ങനത്തെ സ്കിന്നാണ്. ഞാൻ കുളിച്ചിട്ട് രാത്രിയിൽ ഈ പറഞ്ഞ ഹണി വാക്സ് എന്ന് പറയുന്ന ആ ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കുന്നത്. നൈറ്റ് ക്രീമായിട്ട് നല്ല മോയ്സ്ചറൈസർ ക്രീമാണത്. ഇത് ഇത്തിരി ചൊടിയിൽ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാം നല്ല സാധനങ്ങളല്ലേ. അയ്യേ കാക്കപ്പൊടിക്ക് കയ്പ്. അപ്പോൾ മുഖത്തെ സ്കിൻ ഗ്ലോ ആകുന്നതോടൊപ്പം ചൊടിയും കൂടി ഗ്ലോ ആകും. പാല് അല്ലെങ്കിൽ തൈര് മിക്സ് ചെയ്താലും മതി. തൈരിന് നല്ല ഗുണമല്ലേ. തൈര് നല്ലൊരു ക്ലെൻസറാണല്ലോ, ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം. അപ്പം തൈര് അപ്ലൈ ചെയ്താലും മതി. കഴുത്തിലും കൂടി അങ്ങ് തേക്കാം. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, എല്ലാം കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. പക്ഷേ നല്ലതുപോലെ ഉണ്ട്, അളവുണ്ട് കൂടുതൽ. അതുകൊണ്ട് കഴുത്തിലും അങ്ങ് അപ്ലൈ ചെയ്യാം, മുഖത്തും അപ്ലൈ ചെയ്യാം. ദൈവമേ, ഇപ്പം വീട്ടിലുള്ളവർ വരാറായി. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടേ എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇത് ഒരു 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റേ മുഖത്ത് വെക്കാവുള്ളൂ. അതിന് ശേഷം കഴുകിക്കളയണം, വാഷ് ചെയ്യണം, എന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം എണ്ണ അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പോൾ എണ്ണ മുടിയിൽ പിടിച്ചോളുമല്ലോ. ഞാൻ തേക്കുന്ന എണ്ണ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ദുലേഖ ബ്രിങ്ക ഓയിലാണ് കേട്ടോ. അപ്പം എൻ്റെ മുടിക്ക് നല്ല ഉള്ളു വെച്ചു, നീളവും വെക്കുന്നുണ്ട്, നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു 3 മാസം എൻ്റെ അനുഭവം ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാമേ. സ്കിൻ കെയർ ആണ് കാണിക്കുന്നതെങ്കിലും ഹെയറിൻ്റെ അനുഭവം പറഞ്ഞു വന്നതുകൊണ്ട് അതും കൂടി ഒന്ന് പറയാം. രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ 1 മാസം ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ അപ്ലൈ ചെയ്തപ്പോണ്ടല്ലോ എനിക്കൊന്നുകൂടി മുടി കൊഴിയുന്നത് പോലെ തോന്നി. പക്ഷേ ആ വാങ്ങിയ ബോട്ടിലെ എണ്ണ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചങ്ങ് തേച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നത്തെ 2 മാസം ആയപ്പോഴത്തേനും മുടി നന്നാകാൻ തുടങ്ങി. ആദ്യത്തെ 1 മാസം കൊഴിഞ്ഞിട്ട് പിന്നെ കൊഴിച്ചിലങ്ങ് നിന്നു. പക്ഷേ എനിക്കൊരബദ്ധം പറ്റിയേ, അവർ ആ ബോട്ടിലിൻ്റെ കവറിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹെയർ ഫോളിനെ തടയുന്ന ഒരു ഷാമ്പു ഉണ്ടെന്ന് അവരുടെ തന്നെ. ഞാനത് മനസ്സിലാക്കിയിരുന്നില്ലേ, അതുകൊണ്ട് ഞാനത് വാങ്ങിയുമില്ല. എന്നാൽ ഇത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയ, ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അവരൊട്ട് പറഞ്ഞതുമില്ല ഇതിൻ്റെ ഒരു ഷാമ്പുവും കൂടി ഉണ്ട്, അതും കൂടി വാങ്ങണം എന്നിട്ട് പറഞ്ഞുമില്ല. അതാണ് എനിക്ക് പറ്റിയത്. നിങ്ങളാരെങ്കിലും വാങ്ങി ആ എണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഷാമ്പുവും കൂടി ആദ്യം തന്നെ വാങ്ങിക്കും, എന്നാൽ പിന്നെ ഹെയർ ഫോളിനെ തടയാൻ പറ്റും. അങ്ങനെ 1 മാസം ലേശം ഹെയർ ഫോൾ വന്നു. അതിനുശേഷം 2 മാസം ഹെയറിൽ ഈ എണ്ണ പിടിച്ചു തുടങ്ങി. നമുക്ക് ഏതെണ്ണയും മാറി തേക്കുമ്പോഴേ ആദ്യം അതൊന്ന് പിടിച്ചു വരണ്ടേ, അങ്ങനെയായിരിക്കാം ആ സംഭവം. ഞാൻ ഏതായാലും ക്ഷമയോടെ അങ്ങോട്ട് അപ്ലൈ ചെയ്തുകൊണ്ട്, ഏതിനും ഒരു ക്ഷമ വേണമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോഴായാലും ഒരു ഡോക്ടറെ കണ്ടു, ഓടി നടന്ന് വേറെ ഡോക്ടറെ കണ്ടു, അങ്ങനെയല്ല. നമുക്കൊരു ക്ഷമ വേണം, അതിലൊരു വിശ്വാസവും വേണം.
ഇപ്പം പിന്നത്തെ 2 മാസം കൊണ്ട് എൻ്റെ ഹെയറിന് നല്ല തിക്നെസ് കിട്ടി. എനിക്ക് ചെറുപ്പത്തിൽ നല്ല തിക്ക് മുടിയായിരുന്നു. ആ തിക്നെസ് തിരിച്ച് കിട്ടി ഈ 60-ാം വയസ്സിൽ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അത് ചെറിയ ബോട്ടിലായിരുന്നു 50 ml. അത് ഞാൻ തീർന്നപ്പം 100 ml ഒരു ബോട്ടിൽ കൂടെ വാങ്ങി. അതാണ് ഇപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നീളം മുടി വയ്ക്കണം എന്നൊരു മോഹമുണ്ട്. ഒരുപാട് നീളമില്ലെങ്കിലും കുറച്ചൊരു നമ്മൾ ഈ പാവാടയൊക്കെ കെട്ടുവരെ അവിടം വരെയുള്ള ഒരു ലെങ്ത് ഉണ്ടായിരുന്നു എൻ്റെ മുടിക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴേ. പിന്നെ ഹോസ്റ്റലുകളിൽ മാറി മാറി നിന്നു, പല വെള്ളങ്ങളിൽ മാറി മാറി കുളിച്ചു, കുഴൽക്കിണർ വെള്ളത്തിലൊക്കെ. അങ്ങനെയാണ് എൻ്റെ മുടിയെല്ലാം പോയത്. മുടിയറ്റം പിളർന്നു, പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ എനിക്കെപ്പോഴും മുടി ഉള്ളത് നല്ല തിക്കായിട്ടൊക്കെ ഇടണം. അതിന് ഞാൻ യൂക്കട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഇട്ട് മുടിയുടെ ലെങ്ത് കുറഞ്ഞു. പിന്നെ ആ കുറഞ്ഞ ലെങ്ത് വീണ്ടും എന്താ പറയുക, അറ്റം പിളർന്നൊക്കെ വരുമ്പോൾ വീണ്ടും അറ്റം കണ്ടിച്ചു വിടും. അങ്ങനെ കണ്ടിച്ച് അവസാനം മുടി തോളറ്റം വരും. ഇപ്പം അങ്ങോട്ട് നീളം വെക്കാൻ വലിയ മടിയാണ് എൻ്റെ മുടിക്ക്. തിക്കൊണ്ടേ നീളം വലിയ മടിയാണ്. എന്നാലും ഇപ്പോൾ 2ാമത്തെ ഇന്ദുലേഖ ബോട്ടിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ദുലേഖ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. അപ്പം എൻ്റെ മുടിക്ക് നീളവും വെക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ ചില ഹെയർ പാക്കുകൾ ഇടുന്നുണ്ട്. കൂടാതെ ഇനി ഈ ഇന്ദുലേഖയുടെ വലിയ ബോട്ടിൽ ഇപ്പോൾ തീരും. എണ്ണ തീരുമ്പോഴത്തേനുണ്ടല്ലോ വേറൊരു എണ്ണയുണ്ട്. എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ്. ആ ചേച്ചിക്ക് 10-70 വയസ്സുണ്ട്. എന്നിട്ട് നല്ല മുട്ട് വരെ നീളമുണ്ട് മുടിക്ക്. അവർ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയുടെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കാച്ചി അപ്ലൈ ചെയ്യണം. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ ഉണ്ടല്ലോ, ആ എണ്ണയൊന്ന് കാച്ചി കാണിക്കുമോ എന്ന് ചിലരൊക്കെ ചോദിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, സമയം കിട്ടിയില്ല. പിന്നെ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇന്ദുലേഖ ഉണ്ടല്ലോ, അത് തീരട്ടെ എന്നും വിചാരിച്ചു. ഞാനൊരെണ്ണ കാച്ചി കഴിയുമ്പം എനിക്ക് അപ്ലൈ ചെയ്യണമല്ലോ. കാച്ചി എണ്ണ വെറുതെ കളയാൻ പറ്റില്ലല്ലോ, സാധനങ്ങളെല്ലാം വേസ്റ്റ് ആവില്ലേ. എൻ്റെ അടുത്ത് നല്ല കോക്കനട്ട് ഓയിലുണ്ട്. നമ്മൾ തന്നെ കൊപ്രയാക്കി ഉണക്കി മില്ലിൽ ആട്ടിച്ച് വെച്ച കോക്കനട്ട് ഓയിലുണ്ട്. അതുകൊണ്ട് 2-3 ഇൻഗ്രീഡിയൻസ്, 2-3 ഇലകൾ, നമുക്ക് പരിചയമുള്ള ഇലകൾ തന്നെയാണ്. എവിടെയും തേടി പോകേണ്ടതൊന്നുമില്ല. നമ്മുടെ തൊടിയിലുള്ള ഇലകളൊക്കെ തന്നെ ഉപയോഗിച്ച് ഒരു എണ്ണ കാച്ചണം. അത് ഞാൻ കാച്ചുമ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. മുടിക്ക് നീളമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവരൊക്കെ എൻ്റെ കൂടെ ആ എണ്ണ കാച്ചി തേക്കാൻ കൂടണേ. എന്നിട്ട് എന്നോടൊപ്പം നിങ്ങൾക്കും നമുക്ക് ഒന്നിച്ച് സുന്ദരികളായിരിക്കാം. ഉറൂബിൻ്റെ ഒരു കഥയില്ലേ, സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറഞ്ഞതുപോലെ ഞാൻ മാത്രം സുന്ദരിയായിട്ട് എന്താണ്, അത് അസൂയല്ലേ? ഞാൻ മാത്രം സുന്ദരിയായിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, എനിക്ക് മാത്രം മതി സൗന്ദര്യം, അവൾക്ക് പാടില്ല, അങ്ങനെ നമ്മൾ ചിന്തിക്കരുതല്ലോ. അതൊരസൂയയാണ്, സ്വാർത്ഥതയാണ് അല്ലേ? അപ്പോൾ അസൂയയും സ്വാർത്ഥതയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനിടുന്ന ഫേസ് പാക്കുകളും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫേസ് ക്രീമും ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്വന്തമായി കാച്ചി തേക്കുന്ന എണ്ണയും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഒന്നിച്ചങ്ങ് സുന്ദരികളായിരിക്കാം. എന്തിനാണ് ഉള്ള സൗന്ദര്യത്തെ മെച്ചപ്പെടുത്തിയെടുക്കാം. എന്തിനാണ് അങ്ങനെ കണ്ടാൽ കൊള്ളില്ല, മോശമാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴേ നമ്മുടെ സൗന്ദര്യമൊക്കെ മെല്ലെ മങ്ങിത്തുടങ്ങും അല്ലേ? ചെറുപ്പത്തിൽ ഇതൊന്നും ഒരു വിഷയമേ ഇല്ല. നമുക്കൊരു സ്വാഭാവിക ഗ്ലോ ഒക്കെ നമ്മുടെ സ്കിന്നിനുണ്ടാവും. ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ബോധവതികളാകുക. ചെറുപ്പത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കുകയില്ല. ചുളിവ് വന്നു തുടങ്ങുന്നു, കരിമംഗല്യം വരുന്നു, ഡാർക്ക് സ്പോട്ടുകൾ വരുന്നു. പെട്ടെന്ന് നമുക്ക് സൂര്യരശ്മി തട്ടിക്കഴിയുമ്പോൾ കളറ് ഫെയ്ഡാകുന്നു. അതെല്ലാം വരുമ്പോഴാണ് നമുക്കൊരു സങ്കടം വരുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ ഇതൊന്നും ചിന്തിക്കുകയില്ല നല്ല പ്രായത്തിൽ. പക്ഷേ എൻ്റെ അത്രയൊന്നും പോകണ്ട. അതിന് മുമ്പേ തന്നെ നിങ്ങളുടെ സമയം പോലെ ഒരു ഒത്തിരി സമയം, ഇതൊക്കെ ഒരു പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ? ഏത് ജോലിക്കാർക്കും ജോലിക്ക് പോയിട്ട് വന്നിട്ട് അടുക്കളപ്പണിയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട്, ചായയൊക്കെ കുടിച്ചിരുന്ന അടുക്കളപ്പണിയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് മുഖത്ത് വയ്ക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത്തരം ഫേഷ്യലൊക്കെ സമയമില്ലെന്ന് പറയണ്ട. ഇതൊക്കെ അങ്ങ് നേരത്തെ ചെയ്ത് തുടങ്ങിക്കോ കേട്ടോ. ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേ, മാക്സിമം 35 വയസ്സൊക്കെ ആകുമ്പോഴേ നിങ്ങൾ തുടങ്ങണേ. എന്നാൽ പിന്നെ ഒത്തിരി ചുളിവുകളൊന്നും വരാതെ നമ്മൾ കുറച്ച് വയസ്സാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ഡാമേജായി പോകാതെ നമുക്ക് സ്കിന്നിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ പറ്റും. ദൈവമേ, ഇപ്പം ഞാൻ എന്താ ഈ വെളുത്തിരുന്ന, ഞാൻ
കറുത്തതായി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി. നിങ്ങളെ സ്കിന്നിൻ്റെ ഗ്ലോ കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫേസ് പാക്ക് ഇട്ടിട്ടിപ്പോൾ വെളുത്തിരുന്ന് ഞാനിതാ കറുത്തതാണ്. ഇനി എൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് പോയ മോനും മോളും ഹസ്ബൻഡൊക്കെ കയറി വരുമ്പോൾ എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ ആവോ. ഇങ്ങനെ ഇരിക്കാം അല്ലേ. പെട്ടെന്ന് വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിയുമ്പോഴത്തേനും അവർ കതവ് തുറക്കുമ്പോൾ ഒന്ന് ഞെട്ടട്ടെ. ആരാണിത്? വല്ല കള്ളനും കയറിയോ, കള്ളിയാണോ, ആരാണിത്, ആള് മാറിപ്പോയോ അതോ വീട് മാറിപ്പോയോ എന്നൊക്കെ വിചാരിച്ച് അവരൊന്ന് ഞെട്ടിച്ചാലോ? എങ്ങനെയുണ്ട്? ഏതായാലും ഞെട്ടിക്കുന്നില്ല. കാരണം അത്രയും സമയം ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റിയല്ല. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ്. അതിന് ശേഷം ഞാനിത് തുടച്ച് കളയാം കേട്ടോ. തുടച്ച് കളഞ്ഞതിന് ശേഷം കഴുകിയും കളയണേ. നല്ല ശുദ്ധമായ തണുത്ത വെള്ളത്തിൽ, നോർമൽ വാട്ടറിൽ. ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്ന സ്കിന്ന് വലിയും. അത് സ്കിന്നിൽ കൂടുതൽ ചുളിവുണ്ടാക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് അപ്പം ഞാനിനി ഒരു 15 മിനിറ്റ് ഇത് വെച്ചിരുന്നിട്ട് കാണാം നമുക്ക് കേട്ടോ. എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നിങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞോ. ഹായ്, ഇതെന്താണെന്ന് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഇത് കണ്ടോ? ഒരു ചീനിക്കിഴങ്ങാണ്. ഇത് കണ്ടോ, കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസമായേ. അത് അവിടെ ഇരുന്നങ്ങ് മുളച്ചു. ഞാനൊരു മടിച്ചിയായിപ്പോയി. ഞാനിത് പുഴുങ്ങാൻ മറന്നുപോയി. അവിടെ മാറ്റി വെച്ച് ഇതേ ഇതിന് നല്ല മുള വന്നു. അപ്പോൾ ഞാൻ ഫേസ് പാക്ക്, കോഫി പൗഡർ കൊണ്ട് ഫേഷ്യലൊക്കെ ഇട്ടങ്ങ് നിന്ന സമയത്ത് ഒരു 15 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണമല്ലോ കഴുകിക്കളയാനായിട്ട്. അപ്പോൾ ഇതിനെ മുറിച്ച് പുഴുങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അതെടുത്തപ്പോൾ നിങ്ങളെ ഇത് മുളച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചതാകട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിലുള്ളവർ എൻ്റെ ഫേസ് പാക്ക് ഇട്ട രൂപത്തിൽ ഇപ്പോഴെങ്ങാനും വന്നെങ്കിൽ ഞാൻ ഇറങ്ങി ചെന്നാൽ അവർ പേടിച്ചു പോകും. അതിൻ്റെ കൂടെ ഇതും കൂടെ പിടിച്ചുകൊണ്ട് ചെന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പം ഇത് വലുതായതുകൊണ്ട് ഇതിനെ ഒന്നങ്ങ് മുറിച്ചിടാം കേട്ടോ. ഇത് നിങ്ങളിതൊക്കെ തിന്നിട്ടുണ്ടായിരിക്കും അല്ലേ? എന്നിട്ടേ ഇത് പുഴുങ്ങിയിട്ട് ഇന്ന് കാപ്പിക്ക് ഇതങ്ങോട്ട്, അയ്യോ വലിയതായതുകൊണ്ടേ മുറിച്ചിട്ട് പുഴുങ്ങാം. കണ്ടോ? അങ്ങോട്ട് മുറിച്ച് കുക്കറിലിട്ട് ഒരു വിസിൽ വന്നാൽ മതിയല്ലോ. അപ്പോൾ ഫേഷ്യൽ മുഖത്തിട്ട് നിൽക്കുന്ന സമയം ഇങ്ങനെ അങ്ങോട്ട് പ്രയോജനപ്പെടുത്താം. സമയം വെറുതെ കളയണ്ടല്ലോ. നേരം പോയി എണ്ണയൊക്കെ തേച്ച് നിൽക്കുവാണ്. കുളിക്കണം. ഇനി ഓരോരുത്തരും വരുമ്പം ഡോർ തുറന്നു കൊടുക്കണം. നമുക്ക് അങ്ങനെ ഒരു റോളും ഉണ്ട്. എന്തെല്ലാം റോളുകളാണ് വീട്ടമ്മമാർക്ക്. ഡോർ കീപ്പറാകണം, ഹൗസ് കീപ്പറാകണം. എൻ്റെ അമ്മോ, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഓരോരുത്തരും വരുന്ന സമയത്ത് ഡോർ തുറന്നു കൊടുക്കാൻ നിൽക്കണം. കാരണം നമ്മളെ ഡോറൊക്കെ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തല്ലേ വീട്ടിലിരിക്കുക. അല്ലെങ്കിൽ വലിയ ആപത്തുണ്ടാവും അല്ലേ? വല്ല കള്ളന്മാരൊക്കെ വന്നാൽ നമ്മളെ പിടിച്ചോണ്ട് പോകും. ഒന്നും എടുത്തുകൊണ്ട് പോകാനില്ലെങ്കിൽ തന്നെ നമ്മളെ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് തരം ശ്രദ്ധയൊക്കെ വേണമല്ലോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ. അപ്പം പിന്നെ ഓരോരുത്തരും വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേ നമ്മൾ തുറന്നു കൊടുക്കാൻ പോകണം. അങ്ങനെ ഒരുപാട് റോളുകളുണ്ട്. ഇതൊരു വലിയ കിഴങ്ങാണ് കേട്ടോ, ചീനിക്കിഴങ്ങ്. ഇതിന് നിങ്ങൾ അങ്ങനെ തന്നെയാണോ പറയുക? ഇത് പുഴുങ്ങിയിട്ട് ഇച്ചിരി ഭാഗം കേടായിപ്പോയി ഇരുന്നിരുന്ന്. ഒരാഴ്ചയായിക്കാണ് ഇത് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഞാനങ്ങ് മറന്നുപോയി. ഇത് അവിടെ അങ്ങോട്ട് മാറിയിരിക്കുമായിരുന്നു. കേടായ ഭാഗമൊക്കെ കളഞ്ഞേച്ച് നല്ല ഭാഗമൊക്കെ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ? ചെറിയൊരു കുക്കറിൽ നോക്കുമ്പം 3/4 ഭാഗത്തോളം ഉണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനൊക്കെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. ഇനി ഇതിൽ ഇത്തിരി ഉപ്പ് ഇട്ട് ഇതിനെ അങ്ങ് അടുപ്പത്തോട്ട് വെക്കാം. അപ്പം എൻ്റെ കോഫി ഫേഷ്യലൊക്കെ ഉണങ്ങി തുടങ്ങുന്നുണ്ട്. സ്കിന്നിനൊരു ചെറിയ വലിച്ചിലൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇത് മധുരമുള്ള സാധനമല്ലേ, അപ്പോൾ ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് മതി. ഏകദേശം ഒരു കണക്കിനൊക്കെ ഞാനങ്ങ് ഇട്ടു. കൂടിപ്പോകാതെ ഇരുന്നാൽ മതിയല്ലോ. ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് തീ കത്തിച്ചമുക്ക് വെക്കാം. വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ മതി. ഇത് ചെറുതാണെങ്കിൽ ഉണ്ടല്ലോ, ചെറിയ കിഴങ്ങാണ് മേടിക്കേണ്ടത്. ചെറിയ കിഴങ്ങാണെങ്കിൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തെ മണ്ണൊക്കെ കഴുകി കളഞ്ഞിട്ടേ അതങ്ങോട്ട് മുഴുവനും വയ്ക്കാൻ പറ്റും. ഉള്ളിൽ അങ്ങനെ വെള്ളം കയറാതെ ഇരിക്കും. ഇതിപ്പം പീസാക്കി വെച്ചുകൊണ്ട് ഉള്ളിൽ വെള്ളം കയറിയിട്ട് വെള്ളച്ചോവ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും
അവൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് വേഗട്ടെ. മുഖത്ത് കോഫി ഫേഷ്യൽ ഉണങ്ങട്ടെ. ഇവൻ ഇവിടെ ഇരുന്ന് വേഗട്ടെ. അപ്പോഴേക്കും ഞാൻ മുളക് ചമ്മന്തി റെഡിയാക്കാം. അതിപ്പോൾ നിങ്ങളെ കാണിക്കണ്ടല്ലോ അല്ലേ. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം. മുളക് ചമ്മന്തി റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. കാന്താരി മുളകും പിന്നെ ചെറിയുള്ളിയും ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂട്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരച്ചിട്ട് ഇത്തിരി ലൂസായിട്ട് അരച്ചെടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ ഒന്നാന്തരം മുളക് ചമ്മന്തി ആയില്ലേ. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിനകത്തേക്ക് സ്വല്പം വിനാഗിരിയും ഒഴിക്കാം. അപ്പം അങ്ങനെ മുളക് ചമ്മന്തിയും കൂട്ടി ഇവനെ ഒരു പിടി പിടിക്കണം ചായക്ക്, പുളിയൊക്കെ കഴിഞ്ഞിട്ടേ. അപ്പോൾ ഇത് ഒരു വിസിൽ വരട്ടെ കേട്ടോ. സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, വെയിറ്റ് ഇടാവുള്ളൂ എന്നാണ്. ഈ ചീഞ്ഞതൊക്കെ അങ്ങോട്ട് കളയട്ടെ. സ്റ്റീം വന്നു. ഇനി ഇതിൻ്റെ വെയിറ്റ്, അതിൻ്റെ വെയിറ്റ് ഇട്ട്, കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടു. ഫേഷ്യൽ തുടയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന് വിസിൽ വന്നോട്ടെ. അപ്പോഴേക്കും പോയി മുഖം ക്ലീൻ ചെയ്ത് വരാം. ഒരു ടവല് നനച്ച് പിഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ആദ്യം കണ്ടോ, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നോക്കിക്കേ, മുഖം ഇരിക്കുന്നുണ്ടോ, ഉടച്ചങ്ങ് മാറ്റാം. കണ്ടോ, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. നമുക്കൊരു കല്യാണത്തിനോ ഫംഗ്ഷനോ ഒക്കെ പോകണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. എന്നെ കണ്ടിട്ട് ഞാൻ തന്നെ അറിയുന്നില്ലല്ലോ അത്രയ്ക്ക് ചേഞ്ച്. ഇനിയിപ്പം ഇതിങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് നല്ല വാട്ടറിൽ, നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയും കളയാം കേട്ടോ. എന്തൊരു ചേഞ്ചാ. അന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതൊന്ന് ചെയ്തു നോക്കിയായിരുന്നേ. അപ്പോൾ കസ്തൂരി മഞ്ഞളില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ കസ്തൂരി മഞ്ഞൾ പൊടിപ്പിച്ചത്. അതും കൂടെ ചേർന്നപ്പം അതിൻ്റെതായ മാറ്റമുണ്ട്. ആരോ വന്ന് പുറത്ത് നിൽപ്പുണ്ട്. പപ്പയായിരിക്കും അല്ലെങ്കിൽ മോനായിരിക്കും. ഏതായാലും ഞാൻ ഇത്രയും തുടച്ചു. ഇടയ്ക്ക് കോളിംഗ് ബെൽ അടിക്കുന്നത് നിങ്ങളും കേട്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഡോർ കീപ്പറാണ്. തുറന്നു കൊടുക്കട്ടെ, എന്നിട്ട് മുഖം വാഷ് ചെയ്തിട്ട് വന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. അവിടെ കോളിംഗ് ബെല്ലടിച്ചു, ഇവിടെ വിസിലടിച്ചു. ഏതായാലും ഞാൻ ഫേഷ്യൽ ചെയ്ത് വെച്ചിട്ടൊരു 15 മിനിറ്റ് കിട്ടി എനിക്ക്. എന്നിട്ട് തുടച്ചോണ്ടിരുന്നപ്പോഴത്തേനാണ് കോളിംഗ് ബെല്ലൊക്കെ അടിച്ചത്. അപ്പോഴത്തേനും ഇവിടെ വിസിലടിച്ചു. ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. നല്ല സ്മൂത്തായി, സോഫ്റ്റായി സ്കിന്ന്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം. ആ പാലിൻ്റെയും കസ്തൂരി മഞ്ഞളിൻ്റെയും തേനിൻ്റെയും കടലമാവിൻ്റെയും ഒക്കെ കൂടിയുള്ള ആ ഒരു മിശ്രിതമാകുമ്പം ആ എല്ലാത്തിൻ്റെയും റിസൾട്ട്, എല്ലാത്തിൻ്റെയും ബെനഫിറ്റ്സ് നമ്മുടെ സ്കിന്നിന് കിട്ടുമല്ലോ. അപ്പം സ്കിൻ ഗ്ലോ ആകും, ടൈറ്റൻ ചെയ്യപ്പെടും, അതുപോലെ തന്നെ ബ്രൈറ്റ് ആകും, സോഫ്റ്റ് ആകും. അപ്പം ഈ പായ്ക്ക് എല്ലാവരും സമയം കിട്ടുമ്പം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. കോഫി ഫേഷ്യലൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേനും എൻ്റെ ചീനിക്കിഴങ്ങ് വെന്തായിരുന്നേ. ഞാനതെല്ലാം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ ഇങ്ങനെ ആവി പറക്കുന്നു ഇതിൽ നിന്ന്. കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ചായയും കൂട്ടി വെച്ചിട്ടുണ്ട്. കോളിംഗ് ബെല്ലിൻ്റെ ഉടമസ്ഥൻ മോനായിരുന്നില്ലേ, ഹസ്ബൻഡായിരുന്നു. കൊണ്ട് കൊടുക്കുക. ചീനിക്കിഴങ്ങ് ആവി പറക്കുന്ന ചൂട് ചീനിക്കിഴങ്ങ് പുഴുങ്ങിയതും ചായയും. അപ്പോഴേ ഇതിനകത്തെ ചെണ്ടമുറിയങ്കപ്പ പുഴുങ്ങിയതുപോലെ ഉണ്ടല്ലേ കണ്ടാൽ. ഇത് 2 പേർക്കും കൂടെ എടുത്തതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട ഇത്രയധികമൊക്കെ ചീനിക്കിഴങ്ങ് കൊടുക്കുവാണോ എന്ന്. 2-3 ചെറിയ പീസൊക്കെ മതി ചായക്ക് കൂട്ടാനല്ലേ. ചിലതൊക്കെ ഇത് കണ്ടോ, വെന്തപ്പം തന്നെ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയി.
ചിലതേൽ തൊലി ഉണ്ട്, അതങ്ങ് പൊളിച്ചേക്കാം. ഏതായാലും ഞാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ടെ, അതങ്ങ് പൊളിച്ചങ്ങ് വെച്ച് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ 2 തൊലി പൊളിച്ചിട്ട് ഏതായാലും വേറൊന്നിനും കൂടിയില്ലല്ലോ, പോട്ടെ, ക്ഷമിച്ചേക്കാം. ചിലപ്പോഴൊക്കെ ചില പണിക്കൊക്കെ കൂടാതെ ഇരിക്കുമ്പം വിളിച്ചു കൊണ്ടുവന്ന് കൂട്ടിക്കും ഞാൻ. ചിലപ്പോഴൊക്കെ എനിക്കങ്ങ് ക്ഷമിക്കാൻ തോന്നും, അപ്പം തൊലിയൊക്കെ പൊളിച്ചങ്ങ് കൊടുത്തേക്കാം അല്ലേ. നിങ്ങൾക്ക് വേണോ? വന്നാൽ തരാൻ കേട്ടോ. ഞാനൊന്ന് ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. ഏതായാലും കഷ്ടപ്പെട്ടതും പഴുത്തതും ഒക്കെ ഞാനല്ലേ. ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സൂപ്പർ ആട്ടോ, ഉപ്പൊക്കെ പാകത്തിനാവും. നല്ല മധുരമുണ്ട്, ചൂടുമുണ്ട്. ആക്രാന്തം പിടിച്ച് തിന്നാൽ ചിലപ്പോൾ തൊണ്ടേ കുടുങ്ങും. ചൂടും ഒരൊട്ടലും എല്ലാം കൂടെ കൂടിയിട്ട് അപ്പം ഇന്നത്തെ എൻ്റെ കോഫി പൗഡർ കൊണ്ടുള്ള ഫേഷ്യലും ചീനിക്കിഴങ്ങ് പുഴുങ്ങിയതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഫേഷ്യലും ഇതുപോലെയുള്ള കുക്കിങ്ങും ഒക്കെ ആയി ഞാൻ വരാം കേട്ടോ. അപ്പോൾ ബൈ. ചെണ്ടമുറിയുന്നപ്പോൾ പുഴുങ്ങിയതുപോലെ ഉണ്ടല്ലേ കണ്ടാൽ. ഇത് 2 പേർക്കും കൂടെ എടുത്തതാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട ഇത്രയധികമൊക്കെ ചീനിക്കിഴങ്ങ് കൊടുക്കുവാണോ എന്ന്. 2-3 ചെറിയ പീസൊക്കെ മതി, ചായക്ക് കൂട്ടാനല്ലേ. ചിലതൊക്കെ ഇത് കണ്ടോ, വെന്തപ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയി. ചിലതേൽ തൊലി ഉണ്ട്, അതങ്ങ് പൊളിച്ചേക്കാം. ഏതായാലും ഞാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ടെ, അതങ്ങ് പൊളിച്ചങ്ങ് വെച്ച് കൊടുത്തേക്കാം. ഇനിയിപ്പോൾ 2 തൊലി പൊളിച്ചിട്ട് ഏതായാലും വേറൊന്നിനും കൂടിയില്ലല്ലോ, പോട്ടെ, ക്ഷമിച്ചേക്കാം. ചിലപ്പോഴൊക്കെ ചില പണിക്കൊക്കെ കൂടാതെ ഇരിക്കുമ്പം വിളിച്ചു കൊണ്ടുവന്ന് കൂട്ടിക്കും ഞാൻ. ചിലപ്പോഴൊക്കെ എനിക്കങ്ങ് ക്ഷമിക്കാൻ തോന്നും, അപ്പം തൊലിയൊക്കെ പൊളിച്ചങ്ങ് കൊടുത്തേക്കാം അല്ലേ. നിങ്ങൾക്ക് വേണോ? വന്നാൽ തരാൻ കേട്ടോ. ഞാനൊന്ന് ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ. ഏതായാലും കഷ്ടപ്പെട്ടതും പഴുത്തതും ഒക്കെ ഞാനല്ലേ. ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സൂപ്പർ ആട്ടോ, ഉപ്പൊക്കെ പാകത്തിനാവും. നല്ല മധുരമുണ്ട്, ചൂടുമുണ്ട്. ആക്രാന്തം പിടിച്ച് തിന്നാൽ ചിലപ്പോൾ തൊണ്ടേ കുടുങ്ങും. ചൂടും ഒരൊട്ടലും എല്ലാം കൂടെ കൂടിയിട്ട് അപ്പം ഇന്നത്തെ എൻ്റെ കോഫി പൗഡർ കൊണ്ടുള്ള ഫേഷ്യലും ചീനിക്കിഴങ്ങ് പുഴുങ്ങിയതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഫേഷ്യലും ഇതുപോലെയുള്ള കുക്കിങ്ങും ഒക്കെ ആയി ഞാൻ വരാം കേട്ടോ. അപ്പോൾ ബൈ.